പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. വിജയവാഡ സ്വദേശിയാണ് പിടിയിലായത്. കഞ്ചാവ് പൊതി മറ്റൊരാളുടെ ബാഗിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി അകത്തായത്. പാലക്കാട് നിന്ന് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. പാലക്കാട് റെയിൽവേ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇവിടെയാണ് 2 കിലോ കഞ്ചാവ്. അതായത് ഏറ്റവും രസകരമായ കാര്യം, പ്ലാറ്റ്ഫോം പരിശോധനയിലായിരുന്നു പോലീസ്. ആശങ്കരം എക്സൈസും ആർ പി എഫ് ഇന്റലിജൻസും ചേർന്നൊരു സംയുക്ത പരിശോധനയായിരുന്നു. സ്വാഭാവികമായി ആ പ്ലാറ്റ്ഫോം പരിശോധന നടത്തുന്നതിനിടെ ഒരു ബാഗ് മറ്റൊരു കുടുംബത്തിൻ്റെ ഭാഗത്തേക്ക് തള്ളി വെക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു പരിശോധനയായിരുന്നു നടത്തിയത്. അത് ഏറ്റവും രസകരമായ കാര്യം, വിജയവാഡ സ്വദേശി അല്ലേ സാറേ? വിജയവാഡ സ്വദേശി. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേര്? എത്ര കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ പേര് ഗുൽഷൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ 2 പൊതികളിലായിട്ട് 2 കിലോയിലും മേലെ 2.100 കഞ്ചാവ് അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു. ഞങ്ങൾ ഷാലിമാർ എക്സ്പ്രസ് പരിശോധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ വന്നതാണ്. RPFൻ്റെ CIB വിഭാഗവും RPFും സംയുക്തമായിട്ട് പരിശോധിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം 2 പോകുമ്പോൾ കുറച്ച് പേര് ഇരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഇയാളുടെ ബാഗ് നീക്കി വെക്കുന്നത് കണ്ട്, അത് ഫാമിലി ആയിരുന്നു. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇദ്ദേഹം ബാഗ് നീക്കി വെക്കുന്നത് കണ്ട് സാർമാരും നമ്മളും കൂടെ സംശയം തോന്നിയിട്ട് പരിശോധിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്നും 2 പൊതികളിലായിട്ട് 2.100 കഞ്ചാവാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാക്കനാടാണ് ജോലി ചെയ്യുന്നതെന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഒരു സോഡ കമ്പനിയിലോ അങ്ങനെ എന്തോ ആണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അവിടെ എത്തിച്ചു കൊടുത്താൽ 5000 രൂപ കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കൂടുതൽ അന്വേഷണങ്ങളിലാണ് അതിനെക്കുറിച്ച് ഇനി. ഒരുപാട് QR കോഡൊക്കെ അയച്ചു കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വിൽപ്പന ഫോണിൻ്റെ പ്രാഥമിക പരിശോധനയിൽ 1-2 QR കോഡുകൾ അയച്ചതായി കാണുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയന് വേണ്ടി പൈസ അയച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. പ്രതി എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജീവ് സുധേനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.